എടാ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അംജിത്തെ, നീ നീ ആര്? എടാ അംജിത്തെ, എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ. അതങ്ങ് കയ്യിലോട്ടങ്ങ്. ഒരിക്കലും നമ്മുടെ മക്കള് ശാപമാണല്ലേ, നമ്മളെ മക്കളെ നോക്കാൻ അതൊരു എനിക്കൊരു ഭാരമാണ്, എൻ്റെ മക്കളെ നോക്കാൻ നിങ്ങൾ ചെലവിനതാ, അതൊക്കെ ചോദിക്കുന്ന മഹാ തെറ്റാണ്. അതിനകത്ത് വന്ന കമന്റ് രേണുസുധിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദത്തിൽ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരെ തിരിഞ്ഞിരിക്കുവാണ്. നിമിഷ ബിജോനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളിക്കാരത്തി വന്ന് രേണുസുധിയെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതായത് എന്തിനാണ് രേണുവിനെ എല്ലാവരും കല്ലെറിയുന്നത്, ആ കൊച്ചു എങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന തരത്തിലൊക്കെ വന്നിരുന്ന് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇപ്പം നേരെ തിരിഞ്ഞിട്ടുണ്ട്. അതായത് ഋതപ്പൻ്റെ കേസ് വന്നപ്പം, ഋതപ്പൻ്റെ കേസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ നോക്കാൻ വയ്യ, നിങ്ങൾ വേണമെങ്കിൽ വന്ന് നോക്കിക്കോ എന്ന തരത്തിലൊക്കെ രേണുസുധി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ചൈൽഡ് ലൈനിൽ കേസും ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോഴും സ്റ്റിൽ ചൈൽഡ് ലൈനിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ വരാം. എന്തായാലും ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇപ്പം നിമിഷ ബിജോ നേരെ തിരിഞ്ഞിരിക്കുവാണ് രേണുസുധിക്കെതിരെ. കാര്യം കൊച്ചിനെ വേണമെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് നിമിഷ ബിജോ പറയണത്. എന്തായാലും പുള്ളിക്കാരത്തിയുടെ ലൈവ് നമുക്കൊന്ന് കാണാം. എനിക്ക് ഋതപ്പനെ കിട്ടിയ അവളുടെ ഒരു കൂട്ടുകാരി എന്നൊരു നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഞാൻ ഋതപ്പനെ കിട്ടിയ ഞാൻ പൊന്നുപോലെ നോക്കും, 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ആ കൊച്ചിനെ പൊന്നുപോലെ നോക്കിക്കോളാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഞാൻ രേണുവിനെതിരെ നിൽക്കുന്ന ഒരാളല്ല, ഞാൻ എതിരെ നിൽക്കത്തുമില്ല. കാരണം അവളൊരു പെണ്ണാണ്, അവൾക്ക് ജീവിക്കണം, അത് അവളുടെ സ്വാതന്ത്ര്യമാണ്, അവൾക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള അവളുടെ സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും ഞാൻ എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ കൂട്ടുകാരി അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, അവൾക്ക് അവളുടെ കുട്ടീനെ എനിക്ക് നോക്കാൻ ഇഷ്ടമാണ്, ഋതപ്പനെ ഞാൻ നോക്കിക്കോളാമെന്നാണ് ഞാൻ പറഞ്ഞത്. പൂർണ്ണ മനസ്സായിട്ട് എൻ്റെ ഫാമിലി ഞാനും ഋതപ്പനെ നോക്കാൻ റെഡിയാണ്, 100% റെഡിയാണ്. പൂർണ്ണ മനസ്സോടുകൂടി തന്നെ പറഞ്ഞാണ്, അല്ലാതെ വാശിയായിട്ട് രേണുവിന് വെല്ലുവിളിയൊന്നുമല്ല. ഇത് ഏതർത്ഥത്തിലാണ് ഈ സപ്പോർട്ടാണെന്ന് പറയുന്നറിയോ? പുള്ളിക്കാരത്തി ഇൻഡയറക്ട്ലി പറയുവാണ്. ഇത് കാണുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വന്നിരുന്ന് പറയത്തില്ല. നിങ്ങൾ പറയും രേണു ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നും അല്ല, രേണുവിനെ ന്യായീകരിക്കാനേ നിങ്ങൾ നോക്കത്തുള്ളൂ അല്ലേ. അപ്പം നിങ്ങൾ ഒരു രീതിയിലും രേണുവിനെ ന്യായീകരിക്കുമല്ല, നേരെ മറിച്ച് ഋതപ്പനെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നാണ് പറയണത്. ഇത് തന്നെയാണ് രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ വന്നിരുന്ന് പറഞ്ഞത്. ഒരിക്കലും എനിക്ക് രേണുവിനെ വെല്ലുവിളിക്കാൻ പറ്റത്തില്ല. കാരണം രേണു ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഋതപ്പനെ കിട്ടിയ ഞാൻ പൊന്നുപോലെ നോക്കും, 100% പൂർണ്ണ മനസ്സായിട്ട് ഞാൻ പറയുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നു, ഋതപ്പനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എനിക്ക് അവളെ ഇട്ടേക്കുന്ന ആ ഒരു ഡ്രസ്സോട് കൂടി തന്നെ എനിക്ക് ആ കൊച്ചിനെ തന്നാൽ മതി, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളും, അത്രയേ ഉള്ളൂ. ഇത് തന്നെയായിരുന്നു നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാര്യം ഇവർക്ക് നോക്കാനായിട്ട് കഴിവില്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ആ കൊച്ചിനെ ഏറ്റെടുക്കാനായിട്ട്. ഇവരിങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിൻ്റെ പുറമേന് തന്നെ ചൈൽഡ് ലൈനിൽ കേസ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ ഇനിയൊന്ന് ഇന്നലെയോ ഇന്നോ അങ്ങനെ വീണ്ടും ചൈൽഡ് ലൈനിൽ പോയിട്ട് വീണ്ടും ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. കാര്യം തോന്നിവാസമാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് വിളിച്ച് പറയണത്. അതായത് കൊച്ചു കുട്ടിയെ പറ്റിയിട്ട്, ആ കുട്ടിക്ക് എന്തോ പ്രായമുണ്ട്, അതിനെ നാട്ടുകാർ നോക്കണം എന്ന തരത്തിലാണ് ഇവർ വന്നിരുന്ന് വിളിച്ച് പറയുന്നത്. തങ്കച്ചനെ സംബന്ധിച്ച് യാതൊരുവിധ ബോധവും ഇല്ല, വിവരവും ഇല്ല. അവൾക്ക് അവളുടെ ലൈഫുണ്ട്, അവൾ ഹാപ്പി ആയിട്ട് അവളുടെ ലൈഫ് മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിനെ നോക്കാൻ നേരമില്ല, കൊച്ചിനെ ഏറ്റെടുത്തോന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണെന്ന്. അവൾ ഞാനും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അവളുടെ കൊച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ വലിയ പരിചയമില്ലെങ്കിൽ എനിക്ക് സുധിച്ചേട്ടനായിട്ടുള്ള പരിചയമാണ്. സുധിച്ചേട്ടൻ അത്രയും ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാതെ. കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ എന്തോ ആയിക്കോട്ടെ, ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കുഞ്ഞിന് വേണ്ടിയാണ് എന്നോട് പൈസ വരെ ചോദിച്ചിട്ടാണ് ഈ സുധിച്ചേട്ടനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ഞങ്ങൾ നിന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, കൊച്ചിന് വേണ്ടിയിട്ട് കാശ് ചോദിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നിന്നതെന്ന്. ഇന്ന് ഞാൻ കുറച്ച് വോയിസുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസിനകത്ത് ഈ സുധി നാട്ടുകാരുടെ അടുത്ത് പൈസ ചോദിക്കുന്നതായിട്ടുള്ള വോയിസാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ അതിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. രേണുസുധിയുടെ വോയിസ് അതിനകത്തുണ്ട്. രേണുസുധി ഈ കാശ് ആദ്യമേ ഇതുപോലെ ഇങ്ങനെ കടം ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി പിന്നെ വളരെ റൂഡായിട്ട് തിരിച്ച് ബിഹേവ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കാശ് മേടിച്ച കണക്കാണ് ഈ രേണുസുധിയുടെ സംസാരവും രീതിയൊക്കെ കണ്ട. ആ വോയിസൊക്കെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. കാര്യം ആ വോയിസിനകത്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും രേണുവിന് എന്തുമാത്രം നന്ദി ഉണ്ട് എന്ന്. കാര്യം ഇപ്പം മറുനാടൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഫിറോസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഈ രേണുവിൻ്റെ ആത്മാർത്ഥയും നന്ദി എന്തുമാത്രം ഉണ്ടോ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു എക്സാക്ട് വേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വോയിസ് കേൾക്കുമ്പോഴത്തേക്ക്. 100% പൂർണ്ണ മനസ്സായിട്ട് പറയുന്നു, ഋതപ്പനെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ ദൈവം സഹായിച്ച അതിനുള്ള ഒരു പരിവ് എനിക്കുണ്ട്. ആ കൊച്ചിനെ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ എൻ്റെ മക്കളെ കൂടെ തന്നെ, എൻ്റെ മക്കളെ പോലെ തന്നെ, എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ, എൻ്റെ മോനെ പോലെ തന്നെ നോക്കാനുള്ളൊരു പൂർണ്ണ സ്ഥിതി ഇപ്പം എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവൾക്ക് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോകും, അവൾക്ക് നോക്കാൻ സമയമില്ല. അച്ഛനും അമ്മയും അവളെ തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് അവൾ പൊക്കോണ്ടിരിക്കുകയാണ്, അവൾക്ക് നോക്കാൻ സമയമില്ല. ഇത് പുള്ളിക്കാരത്തി മനഃപൂർവ്വം പറയുവാണ്. അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രശ്നമില്ലെന്ന് പറയുകയും ചെയ്യണം, എന്നാൽ 2 കൊട്ട് കൊടുക്കുകയും ചെയ്യണം. പിടികിട്ടിയില്ലേ? അതാണ് ഇവിടെ നിമിഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണുസുധി എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക.
കൂടെ നിൽക്കുന്നവർ വരെ നിങ്ങളെ തള്ളി പറയും. കാര്യം അമ്മാരി പരിപാടികളാണ് നിങ്ങൾ ഈ അടുത്ത് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ാണ് പുള്ളിക്കാരൻ സർജറിയും കാര്യങ്ങളും കഴിഞ്ഞിരിക്കുന്നു, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നു, ചേച്ചിക്ക് ജോലിയുണ്ട്. അപ്പം ആ കൊച്ചിനെ നോക്കാൻ അവിടെ സമയമില്ല. അപ്പം ഞാനാണ് പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം. ഞാൻ 100% പറയുന്നത് ഞാൻ നോക്കിക്കോളാം, 100% ഞാൻ നോക്കിക്കോളാം, പൂർണ്ണ മനസ്സായിട്ട് ഞാൻ നോക്കിക്കോളാം എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. ഞാൻ ഇന്നും അന്നും ഇന്നും എപ്പോഴും പറയുന്നു. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സീരിയൽ സിനിമ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ചാലക്കുടിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ വീട്ടു ജോലികളും വീട്ടിലെ കാര്യങ്ങളും കുക്കിംഗ് പരിപാടികളൊക്കെ ആയിട്ട് പോകാനാണ് എൻ്റെ താല്പര്യം. അപ്പോൾ എനിക്ക് ആ ഒരു കൊച്ചിനെയും കൂടെ കിട്ടിയാൽ എനിക്ക് എൻ്റെ മക്കളെ കൂടെ തന്നെ എനിക്ക് അവരെ നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 2 മക്കളെയൊക്കെ ഞാൻ പുഷ്പ പോലെ നോക്കി വളർത്തിയെടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ 100% ഞാൻ നോക്കും. തുറന്ന മനസ്സായിട്ട് തന്നെ ഞാൻ പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ശുദ്ധിലയത്തിൽ ചെന്നിട്ട് ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക. അതാണ് അതിനകത്ത് ചെയ്യേണ്ടത്. കാര്യം നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട്, പക്ഷെ അവർക്ക് ആ ഒരു മനസ്സില്ല. അതായത് സ്വന്തം കുട്ടിയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകുന്നതെന്നുള്ളൊരു വിചാരം ആ ഒരു സ്ത്രീക്കില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്ത്രീ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ പറയത്തില്ല, കുട്ടിയെ നിങ്ങൾ നോക്കുന്നത്. ശരിക്കും ചെയ്യേണ്ട ഇതാണ്. നിമിഷയ്ക്ക് പറ്റുമെങ്കിൽ ആ കൊച്ചിനെ പോയി എടുത്തുകൊണ്ട് വന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നല്ല വൃത്തിയായിട്ട് നോക്കുക. അത് യാതൊരു തെറ്റുമില്ല. ഇവരുടെ കയ്യിലൊന്നും ആ ഒരു കൊച്ചുകുട്ടി ഒരിക്കലും സേഫ് അല്ല. കാര്യം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കയ്യിൽ ഒരു കാരണവശാലും ഒരു നിമിഷം പോലും ആ ഒരു കൊച്ചിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. എന്താ പറയുക, ഒരിക്കലും നമ്മുടെ മക്കളെ ഒരു ഭാരമാണ്, നമ്മുടെ മക്കളെ നോക്കുന്ന ഒരു ഭാരമാണ് ഒരിക്കലും ഒരു അമ്മമാർ വന്ന് സംസാരിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും നമ്മുടെ മക്കൾ ശാപമാണ്, അല്ലെങ്കിൽ നമ്മളെ മക്കളെ നോക്കാൻ അതൊരു എനിക്കൊരു ഭാരമാണ്, എൻ്റെ മക്കളെ നോക്കാൻ നിങ്ങൾ ചെലവിനതാ, അതൊക്കെ ചോദിക്കുന്ന മഹാ തെറ്റാണ്. കേട്ടല്ലോ, ഇത് മാത്രം മതി. അതായത് ഒരിക്കലും നമ്മുടെ മക്കൾ ഒരു ഭാരമാണെന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയരുതെന്ന്. വളരെ കറക്റ്റല്ലേ? ഇത് ചോദിച്ച് മേടിച്ചതാണ്. ഇനി ഇതിന് എന്ത് മറുപടിയാണ് രേണുവിന് പറയാനുള്ളത്? രേണുവിനെ സംബന്ധിച്ച് രേണു ഒരിക്കലും വന്ന് മാപ്പ് പറയത്തില്ല. കാര്യം ഇനി വീണെടുത്ത് കടന്ന് ഉരുണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കഷ്ടം തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ആ പൊടി കൊച്ചിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ആ കൊച്ചിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഈ സുധി പൈസ മേടിച്ചിട്ടുണ്ട്. ഞാൻ സുധിയെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാര്യം മരിച്ചു പോയ ഒരാളെ പറ്റി പിന്നെ വന്നിരുന്ന് കുറ്റം പറയുന്നത് അത്ര ശരിയുള്ള പരിപാടിയല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുവാണ്, ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് സുധി പൈസ മേടിച്ചിട്ടുണ്ട്. മേടിച്ച പൈസയും ഇങ്ങനെ ഉണ്ടാക്കിയ കാശൊക്കെ എവിടെ പോയെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും എന്തോ ആയിക്കോട്ടെ. അതല്ലാതെ ശത്രുവോ മിത്രവോ അങ്ങനെയൊന്നുമല്ല. എല്ലാവർക്കും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്, എല്ലാവർക്കും പറയാം. ഇപ്പോഴത്തെ കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച് കോലം മാറിപ്പോകുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് ഞാൻ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കൊച്ചിനെ കൂടെ വേണം എന്നുള്ള കാര്യത്തിൽ 100% തീർച്ചയാണ്. ഞങ്ങൾക്കത് പിജോച്ചേനാണെങ്കിലും എന്നോട് പറയും, ഒരെണ്ണം കൂടി വേണമെന്ന് പറയാറുണ്ട്. എൻ്റെ മക്കൾ പറയാം, ഞങ്ങൾക്കൊരു കുഞ്ഞു ഭാവയും കൂടെ ഉണ്ടെങ്കിൽ നല്ല അമ്മ എന്നിങ്ങനെ പറയും. ഓക്കെ, എന്തായാലും ഇത്രയേ ഉള്ളൂ. എന്തായാലും സപ്പോർട്ട് ചെയ്ത ആൾ തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ രേണു സുധിയുടെ ഒരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതായത് കൊല്ലം സുധിയും രേണുവും കൂടി ഒരാളുടെ അടുത്ത് പൈസ ചോദിക്കുവാണ്. പൈസ ചോദിച്ച് പൈസ ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ പൈസ തിരിച്ച് ചോദിച്ച സമയത്ത് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും രീതിയൊക്കെ ഉണ്ട്. ഞാനിവിടെ കൊല്ലം സുധിയുടെ വോയിസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുവാണ്. കൊല്ലം സുധി ഇവിടെ നിന്ന് പച്ചത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട്. അല്ല, ആ ഒരു വോയിസും കൂടെ നിങ്ങളെ കേൾപ്പിക്കാം. എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന്, അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ആ, ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ 2 വൈഫിനെയും കൊണ്ട് ആൾക്കാരുടെ ഫോണിൽ വിളിച്ച് കാശ് ചോദിപ്പിക്കുക. ഇതായിരുന്നു മെയിനായിട്ടുള്ളൊരു പരിപാടി. ഇങ്ങനെ ഒരുപാട് വോയിസുകൾ നിലവിൽ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഒരുപാട് നാളുകൾക്ക് മുന്നേ പുറത്ത് വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അന്നത്തെ സമയത്ത് ആൾക്കാർ കണ്ടപ്പോഴത്തേക്ക് ഇതിന് ഇത്രത്തോളം ഒരു സീരിയസ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മനസ്സിലാക്കും. കാര്യം അവർക്ക് വീട് വെച്ച് കൊടുത്ത ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് വരെ അവർ വന്ന് സംസാരിച്ച് തുടങ്ങിയ സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു റിയൽ ഫേസ് എന്താണെന്ന് പബ്ലിക്ക് കാണുക തന്നെ വേണം. അത്രേ ഉള്ളൂ. ഒരുപാട് താങ്ക്സ്. അഖിലെ ബൈ. ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സൂചാന്റെ കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാണ് ഇപ്പോൾ ഈ സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചെന്ന്? ഭാര്യയാണെന്ന് പറയുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ട്. കാരണം ഇതേപോലെ തന്നെ ഒരു വോയിസ് നോട്ടിൽ പോകുമ്പോൾ ഈ സഹോദരി അവസാനം വരുന്നൊരു പോർഷൻ ഉണ്ട്, അതൊന്ന് കേൾക്കണം കേട്ടോ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്തെ നീ എന്നാവർത്ത നീ ആര? എടാ അംജിത്തെ, എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ. അതങ്ങ് ഞങ്ങൾ കയ്യിലോട്ടങ്ങ് ഈ പറയുന്ന പൈസ കൊടുത്തതല്ല, ജസ്റ്റ് ഫോണിൽ പറയുന്നതാണ്. കേട്ടല്ലോ, രേണു സുധിയുടെ വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. എങ്ങനെ ഇരിക്കുന്നത്? അന്നേ ഇവർക്ക് ഈ നന്ദി കേടെന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇത് പണ്ട് തൊട്ടേ ഇവർക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പം നിലവിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഫ്ലവേഴ്സിൻ്റെ അടുത്ത് ആയിക്കോട്ടെ,
പിന്നെ നോബൽ ഫിലിപ്പ് അച്ഛൻ്റെ അടുത്ത് ആയിക്കോട്ടെ, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ആയിക്കോട്ടെ, താജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ആയിക്കോട്ടെ, ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ സ്വഭാവമാണ് രേണുസുതി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലൊന്നുമില്ല, ഈ വോയിസിനകത്തുണ്ട് അവരുടെ റിയൽ ക്യാരക്ടർ. സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട്. അതായത് കേട്ടല്ലോ, ഇത്രയൊക്കെ ഉള്ളൂ സംഭവം, ഇതിൽ കൂടുതലൊന്നും ഒന്നും പറയാനില്ല. എന്നാലും രേണു ഇതൊക്കെ കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? അതോ ഇനി പുതിയ ഷോർട്ട് ഫിലിമിൻ്റെയും സിനിമയുടെയൊക്കെ തിരക്കിലായിരിക്കും, വേഗം കാണാൻ സമയമില്ലല്ലോ. പ്രത്യേകിച്ച് കമൻ്റൊന്നും തിരിഞ്ഞു നോക്കത്തേ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഈ ഓരോ നെഗറ്റീവ് കമൻസുമാണ് എനിക്കുള്ള പൂമാലകളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് രേണു. കുറച്ച് മുന്നേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കമൻസിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം. അയ്യോ ഞങ്ങൾ രണ്ടൊരു സെൽഫി എടുത്തേ, ഇതെന്റെ അന്യന്റെ കൂട്ടുകാരൻ 1 മില്യൺ കഴിഞ്ഞു. അതിനകത്ത് വന്ന കമന്റ് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നു, ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ എനിക്ക് വേറെ ആരുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ കണ്ടില്ലാടാന്നൊക്കെ ചോദിച്ചു. ഒരു കമൻറ്റ് നോക്കാറില്ല, ഒരു വീഡിയോ നോക്കാറില്ലാത്ത വ്യക്തിയാണ്. ഇതാണ് രേണുസുതി. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നന്നാവാൻ വലിയ തീരുമാനമൊന്നുമില്ല. കാര്യം ഇവരുടെ ഈ ഒരു റീച്ചും ഹൈപ്പും കണ്ടിട്ടാണ് ഷോർട്ട് ഫിലിംസ് ആയാലും ഈ പറയുന്ന പല ആഡ് ഷൂട്ടുകളായാലും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ടെമ്പററിയാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്ന് നിങ്ങൾ ഇങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. ഇനി ബിഗ് ബോസിലും കൂടി കയറിയില്ലെങ്കിൽ ഏകദേശം തീരുമാനമാവും, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം നിങ്ങളുടെ കയ്യിലെ കുഴപ്പം തന്നെയാണ്. ഇപ്പോൾ ബിഗ് ബോസ് വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലെ കുഴപ്പമാണ്. നിങ്ങളുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന കുറച്ച് കോപ്രായങ്ങൾ. എന്തായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.